ഇന്ന് മെയ് മാസം 12-ാം തീയതി തിങ്കളാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് തിങ്കളാഴ്ച, ആഴ്ചയുടെ 2-ാമത്തെ ദിവസമാണ്. ആൾക്കാർ ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട്, അഡ്മിഷന് പോകുന്നവരുണ്ട്, ഒത്തിരി പേര് അഡ്മിഷന് പോകുന്നവരുണ്ട്, ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി പേര് ബാങ്കിൽ പോകുന്നവരുണ്ട്, ഒത്തിരി പേര് വിസ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ പാസ്പോർട്ടിന് പോകുന്നവരുണ്ട്, വസ്തുവിൻ്റെ വിൽപ്പനയ്ക്ക് പോകുന്നവരുണ്ട്, രജിസ്ട്രേഷന് പോകുന്നവരുണ്ട്, വേലി കെട്ടാൻ മതിൽ കെട്ടാൻ പോകുന്നവരുണ്ട്, വീട് വെക്കാൻ പോകുന്നവരുണ്ട്, എഞ്ചിനീയറിനെ കൊണ്ട് വരപ്പിക്കാൻ പോകുന്നവരുണ്ട്, നമ്പറിടാത്ത ഭവനത്തിൽ നമ്പർ ഇടിക്കാൻ പോകുന്നവരുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം എന്തിനെല്ലാം പോകുന്നുവോ ഇന്ന് അവിടെയെല്ലാം ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ എന്ന് പറഞ്ഞതിലാണ് ഞങ്ങൾക്ക് ഉറപ്പ്.
നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവ്. ഞങ്ങളതിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ കൂടെ വരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്ര ആസ്വദിക്കട്ടെ. നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഹയർ ചെയ്ത വാഹനങ്ങളുണ്ടാകാം, വാടകയ്ക്കെടുത്ത വാഹനങ്ങളുണ്ടാകാം, ചിലപ്പോൾ സർക്കാർ വാഹനങ്ങളുണ്ടാകാം, ചിലപ്പോൾ സ്വന്തം വാഹനമായിരിക്കാം. എന്തായാലും നീ യാത്ര തുടങ്ങി അവസാനം വരെ കർത്താവ് നിന്നെ തൻ്റെ വിശുദ്ധ നാമത്തിൽ സംരക്ഷിക്കട്ടെ. നിൻ്റെ പരിതാപകരമായ ആരോഗ്യാവസ്ഥയാകാം, പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയാകാം, നിന്നെ സന്ധിക്കാനോ നിനക്ക് വേണ്ടി വാദിക്കാനോ നിന്നെ ശുപാർശ ചെയ്യാനോ ആരുമില്ലാത്തതാണ്. ആരുമില്ലാത്തവർക്ക് ദൈവമാണ് കൂടെ നിൽക്കുന്നത്. അത് നമ്മുടെ ഓഫർ നമുക്ക് തന്നിരിക്കുന്നതാണ് കർത്താവ്. അതുകൊണ്ട് തന്നെ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് മുഴുവൻ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ ദൂതൻ നിൻ്റെ കൂടെ ഉണ്ടാവും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവും. നീ വേദനപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ. നീ ഉത്കണ്ഠപ്പെടുന്ന സാഹചര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ. നിന്നെ ഭാരപ്പെടുന്ന വ്യക്തികളുടെ മേൽ ദൈവ തീരുമാനം ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ മേൽഗതിക്കുള്ള എല്ലാ തീരുമാനങ്ങളിലും നിൻ്റെ കഴിവിനേക്കാളും ദൈവത്തിൻ്റെ കൃപ ഇന്ന് നിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വസ്വരം നയിക്കുവാമേ. കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു വ്യക്തി എൻ്റെ അടുത്ത് കുറേ സങ്കടങ്ങൾ പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി പറഞ്ഞതാണ്. അപ്പോൾ അവരോട് പറയാൻ വേണ്ടി കർത്താവ് എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോണത്. എന്താണെന്നറിയാമോ? അവരോട് പറഞ്ഞതെന്നറിയാമോ? അവർ ഭയങ്കര ഹാപ്പി അത് കേട്ടപ്പോൾ. ഇത് കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കാനുള്ള വേദനകളാണ്. നമ്മുടെ എല്ലാ വേദനകളും അതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പ്രഖ്യാപിക്കുമ്പോഴാണ്, അങ്ങനെ പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൽ ഉയർപ്പ് വിശ്വസിച്ചിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഉയർപ്പ്, മരണം പ്രഖ്യാപിച്ച് ഉയർപ്പ് വിശ്വസിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാ വേദനകളും കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമായിട്ട് കരുതണമെന്ന് പറഞ്ഞപ്പോൾ ഷി വാസ് സോ ഹാപ്പി ദെൻ. 2 Corinthians 4:10 യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. അതാ അവിടെ ശരീരത്തിൽ സംവഹിക്കുന്നു. അപ്പൊ മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം കേവലമായ ഉയർപ്പില്ലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തുന്നേക്കുന്നത്. ഇപ്പം കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് അത് നമ്മുടെ ശരീരത്തിൽ ഏറ്റിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇനി രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വരവ് കാത്തിരിക്കാനും പറ്റത്തുള്ളൂ. അതല്ലേ പൗലോസ് പറയണത്. അപ്പോൾ ഇത് മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് +2 പ്രവേശിക്കണം. എന്ത് ചെയ്യണം? 10ാം ക്ലാസ് പാസ്സാകണം അല്ലേ? നമുക്ക് ഗ്രാജുവേഷൻ വേണം. ഗ്രാജുവേഷൻ മുമ്പ് നമ്മൾ +2 പാസ്സാകേണ്ടി വരും. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഡിഗ്രീസ് പ്രൊഫഷൻ കൂടുമ്പോൾ അതിൻ്റെ ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്ത് പോകണം. 10ാം ക്ലാസ് പാസ്സായി മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായെന്ന് വിചാരിച്ചോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഉയർപ്പ് വിശ്വസിക്കാൻ പറ്റണത്. ഉയർപ്പ് വിശ്വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ +2 പോലെയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ 2nd ഗ്രേഡാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് എന്താ? വരവ് കാത്തിരുന്നുകൊണ്ട് ജീവിക്കണമെന്ന്. നമ്മുടെ ഓരോ ജീവിതത്തിലും യജമാനം വരുമെന്നുള്ള ഈ വരവിൻ്റെ കാത്തിരിപ്പാണ് വിശുദ്ധി ഉൽപ്പാദിപ്പിക്കുന്നത്. ആണ് വിശുദ്ധിയെ തികച്ച് നാം കാത്തിരിക്കുക എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വരവിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ നീതിയോടെ പെരുമാറണത്, സ്നേഹത്തോടെ പെരുമാറണത്, സഹനത്തിന് സുവിശേഷത്തിന് സാക്ഷിയാകണത്. ഇതെല്ലാം വരവിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളത് കുർബാന, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ആചരിക്കുന്നതാണ് കുർബാന. അതുകൊണ്ടാണ് കുർബാനയെ പോലും ദൈവത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. അത്രയ്ക്ക് ടോപ്പാണ് പരിശുദ്ധ കുർബാന.
1 Corinthians 11:26. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുക, ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവം. ഇപ്പം പ്രഖ്യാപനമാണ് എൻ്റെ ഇത് വരുന്നത്. ഓരോ സഹന സാഹചര്യങ്ങളിലും വരുന്നത് കർത്താവിൻ്റെ മരണത്തിന് പ്രഖ്യാപനമാണ്. അതിനാണ് അവൻ്റെ പ്രത്യാഗമനം വരെയാണ് അത് നമ്മൾ ചെയ്യേണ്ടി വരണത്. ഇപ്പം ഇതിൻ്റെ അകത്തുള്ള ഒരു സെക്ഷൻസ് ബൈ സെക്ഷൻസ് ആഴമായിരുന്ന, ഇപ്പം എന്തെങ്കിലും ഒരാൾ നിന്നെ കുറ്റം പറഞ്ഞു, ഒരാൾ നിന്നെ ഇടിച്ചു താത്തി, ഒരാൾ നിന്നെ അപമാനിച്ചു, അപ്പോൾ അതെല്ലാം ഈ മരണത്തിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പ് വിശ്വസിച്ച് ഓരോ കാത്തിരുന്നു കൊണ്ട് അതിജീവിച്ച് മുന്നേറണം. ഈ ക്രിസ്ത്യ ജീവിതം ഭയങ്കര രസമാണ്. പക്ഷേ ഒരു നോൺസെൻസ് പാർട്ടിക്ക് ഇതൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് സുവിശേഷം എപ്പോഴും അപ്ഡേറ്റായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം സുവിശേഷം, ഇപ്പോൾ എല്ലാവരും ഇപ്പം അച്ഛൻ സംസാരിക്കണില്ലേ, എന്തിനാ ഉദ്ദേശിക്കുന്നത്? ഡെയിലി ബ്രെഡ് എന്നാണ് പറയണത്. അത് ആ ദിവസങ്ങളിലുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരും തേടുന്നവരും വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിച്ച് നല്ല ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്.